Hi dears, how are you? Are you fine? I hope all of you are fine and safe in your home. Let me welcome all of you to this new academic year. In this year, we are going to experience a new mode of learning, that is e-learning. As you know, we all are locked down due to COVID-19. Don't feel alone. Everybody is with you. The government is providing various classes in different subjects through Victor's channel. The present situation prevents us from going to school and sitting in the class. Anyhow, let's pray to God to get back the colorful school days. Today, I am going to handle your 10th standard English course book. I think you have seen the textbook, haven't you? And have gone through the chapters. I just introduced the textbook. Our 10th standard English textbook has two parts, two volumes, part 1 and part 2. Part 1 consists of 3 units and part 2 has 2 units. Altogether, we have 5 units. Okay, dears, before going to the text, first of all, I would like to give a brief outline on the question paper. As you know, you have 3 papers of 80 marks. You have a total 10 papers. Out of 10 papers, you have 3 papers of 80 marks. വിദ്യാർത്ഥിക്ക് അറിയാവുന്നതുപോലെ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 10 പേപ്പേഴ്സാണ്. അതിൽ 3 പേപ്പേഴ്സ് 80 മാർക്കിൻ്റെ പേപ്പറുകളാണ്. ഒന്ന് മാത്തമാറ്റിക്സ്, 2 സോഷ്യൽ സയൻസ്, മൂന്നാമത്തത് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ ആദ്യം ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെറിയ രീതിയിലൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താണ്. എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടും ഏത് രീതിയിലാണ് പഠനം ആരംഭിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഏത് രീതിയിൽ നമ്മളെ പഠനം ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് ചെറിയ ചിത്രം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ 9th-ലും 80 മാർക്കിൻ്റെ 3 എക്സാമുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പരിചയം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുണ്ട്. ചാപ്റ്റേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതിലെ സ്ട്രക്ചറിൽ കാര്യമായിട്ട് വ്യത്യാസമില്ല. എന്നിരുന്നാലും ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ട് കോംപ്രിഹെൻഷൻ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് കോംപ്രിഹെൻഷൻ പാർട്ടാണ്. കോംപ്രിഹെൻഷൻ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഗിവൺ ടെക്സ്റ്റുവൽ പാസേജ് ആൻഡ് ദ ഗിവൺ ലൈൻസ് ഓഫ് ദ പോയം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ സ്റ്റോറീസ് ഉണ്ട്, അതേപോലെ സ്പീച്ച് ഉണ്ട്, 1 ആക്ട് പ്ലേസ് ഉണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും 1-2 പാരഗ്രാഫ് അവിടെ തരും. അതേപോലെ കുറേ പോയംസ് ഉണ്ട്, 5 പോയംസ് ഉണ്ട്. അതുമായിട്ട് ആ കവിതയിൽ നിന്നുള്ള ഒരു 8-10 ലൈൻസ് എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രിഹെൻഷൻ പാർട്ട്. അവിടെ നിന്നും ഏകദേശം 15 മാർക്കിനാണ് 15 മാർക്സ് ഫ്രം കോംപ്രിഹെൻഷൻ പാർട്ടാണ്. ഔട്ട് ഓഫ് 80-ൽ 15 മാർക്ക് ചോദിക്കുന്നത് ഒന്നാമത്തെ കോംപ്രിഹെൻഷൻ പാർട്ടാണ്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 2ാമത്തെ പാർട്ടാണ് അപ്രീസിയേഷൻ. പോയം അപ്രീസിയേഷൻ. ഏതെങ്കിലും ടെക്സ്റ്റൽ പോയംസിലെ 8-10 ലൈൻസ് തന്നിട്ട് അതിനൊരു അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ് ചോദിക്കുക. നിങ്ങൾ മുൻ വർഷങ്ങളിൽ പരിചയപ്പെട്ടതാണ്, വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം ചോദിക്കൽ 5 മാർക്കിനാണ് സാധാരണ അപ്രീസിയേഷൻ ചോദിക്കാറ്. ഇനി അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 3rd പാർട്ടാണ് discourses. Discourses includes write-up, narrative, profile, diary, notice, news report, letter, etc. ഇവിടെ നിങ്ങൾക്ക് ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ 10 ചോദ്യങ്ങളുണ്ടാവും. യു ഹാവ് ടു ആൻസർ എനി 6 ഔട്ട് ഓഫ് 10. 10 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 6 മാത്രം ആൻസർ ചെയ്താൽ മതി. ഈ ഭാഗത്ത് 35 മാർക്സിനാണ് ചോദിക്കുക. ഈ 35 മാർക്സിന് ചോദിക്കൽ 7 മാർക്കിൻ്റെ ഒരു ചോദ്യം, 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, 6 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ, 3+2+1 6. മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നന്നായിട്ട് അറിയാവുന്ന 6 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇതാണ് ഡിസ്കോസ് പാർട്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് കവർ ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഡിസ്കോസ് പാർട്ട്. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 4th പാർട്ടാണ് ഡേറ്റ അനാലിസിസ്. എല്ലാവർക്കും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന
ഒരു ഭാഗമാണ് ഡേറ്റ അനാലിസിസ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റ തരും. അതിൻ്റെ താഴ്ഭാഗത്ത് 5 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസർ ആ ടേബിൾ നോക്കിയാൽ, ആ ടേബിളിലോ ഗ്രാഫിലോ നോക്കിയാൽ മനസ്സിലാവും. ആ ഭാഗമാണ് ഡേറ്റ അനാലിസിസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5 മാർക്കിനാണ് ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഈ 4 ഭാഗവും കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ലാംഗ്വേജ് എലമെൻറ്റ്സ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാമർ പാട്ട് എന്ന് പറയും. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വളരെയധികം ആശങ്കപ്പെടുന്ന, വളരെയധികം പേടി തോന്നുന്നൊരു ഭാഗം കൂടിയാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് അവസാനത്തെ ഭാഗം, ലാംഗ്വേജ് എലമെൻറ്റ്സ്, ഗ്രാമർ പാട്ടാണ്. 20 മാർക്സ്, ഏറ്റവും ചുരുങ്ങിയത് 20 മാർക്സിന് ഗ്രാമർ ഭാഗം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഴിഞ്ഞ SSLC എക്സാമിന് 21 മാർക്കിനാണ് ഗ്രാമർ ഭാഗം ചോദിച്ചിട്ടുള്ളത്. ഇതാണ് മാർക്കിൻ്റെ ഒരു ഏകദേശ റേഷ്യോ. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഈ 5 മാർക്ക് കൂടി കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 80 മാർക്സ് എന്ന് കിട്ടും. ഇങ്ങനെയാണ് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കിൻ്റെ ഡിവിഷൻ. ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒരു ചിത്രം കിട്ടിയിട്ടൊന്നും വിശ്വസിക്കുകയാണ്. ഈ രീതിയിലാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്കിൻ്റെ ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 5 ഭാഗങ്ങളുണ്ട്. അതിൽ അവസാനത്തെ ഭാഗം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 80 മാർക്കിൻ്റെ 3 പേപ്പേഴ്സിലേക്കാണ്. മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്. അതിൽ 70 മാർക്ക് ഔട്ട് ഓഫ് 80 യു ഹാവ് ടു സ്കോർ 70 ടു ഗെറ്റ് A+. നമുക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മൾ 70 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം. ഈ നമ്പർ കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മറ്റ് 2 80 മാർക്കിൻ്റെ പേപ്പേഴ്സിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ A+ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അത് ഈസി എന്ന് പറയാനുള്ള കാരണം ഈ ഔട്ട് ഓഫ് 70ൽ 35 മാർക്സ്, 35 മാർക്കോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചെറിയ ഐഡിയ വെച്ച് പഠിക്കുകയാണെങ്കിൽ 35 മാർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 35 മാർക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം A+ വിദ്യാർത്ഥികളുടെ ഒരു നിർണായക ഭാഗമാണ് അവസാനത്തെ ഗ്രാമർ പാട്ട്. കഴിഞ്ഞ എക്സാമിന് 21 മാർക്സാണ്, 21 മാർക്കിനാണ് ഗ്രാമർ ഭാഗം ചോദിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ വെൽ പ്ലാൻഡ് അല്ലെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് നഷ്ടപ്പെടാനും അതിനേക്കാളും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയ ഒരു ഭാഗമാണ് ഗ്രാമർ ഭാഗം. അവിടെ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അത് മലയാളം മീഡിയം കുട്ടികളും അതിനേക്കാളും ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും 2 മീഡിയത്തിലെ വിദ്യാർത്ഥികളും ഒരുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് ഗ്രാമർ ഭാഗം. അപ്പോൾ നിങ്ങൾ ഗ്രാമറിനെ ഒരു മുൻവിധിയോടുകൂടി നിങ്ങൾ അതിനെ സമീപിക്കരുത്. ഒരു പേടിയാണ്, അത് നമുക്ക് കിട്ടാത്തൊരു ഭാഗമാണ്. അങ്ങനത്തെ ഒരു ചിന്ത ഒരൊറ്റ ആൾക്ക് ഉണ്ടാവരുത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കുറേ ഗ്രാമർ ഭാഗം പഠിച്ചിട്ടുണ്ട്. അതിലെ പകുതിയോളം ഭാഗങ്ങൾ ഈ വർഷമുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി അധികം ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഈ വർഷം പരിചയപ്പെടുന്നുള്ളൂ. ഏകദേശം 20ഓളം ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് ഈ വർഷം മൊത്തമായി നമ്മൾ പരിചയപ്പെടുന്നത്. അതിലാകെ 6-7 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഐറ്റംസ് മാത്രമാണ് എക്സാമിന് ചോദിക്കുക. അത് വളരെ എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുമുള്ള ചെറിയ ചെറിയ ടിപ്സുകളും അതിൻ്റെ മെത്തേഡ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുന്നത്. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ topic. First of all, I give an example. All of you listen here. All of you just go through the sentence. He writing a letter. All of you are very familiar with this sentence. It's a simple sentence. He writing a letter. When we analyze the given sentence, we can understand that there are 3 parts. First part of the sentence is called he, second part writing, and third part a letter. And what is the function of the first word? He is the doer of the action. So we can say he is the subject. One who does the action is called subject. And what about the second word, writing? It is the action being performed. So we can say the action word is called verb. Verb is the inevitable part of a sentence. And what about the third part? The third element of the sentence is a letter. The letter is the result of the action being performed. So the function of the third element is object. As you know, the structure of a simple sentence in English is subject plus verb plus object.
എസ് പ്ലസ് വി പ്ലസ് ഒ. നിങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ മുൻ വർഷങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഒരു ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ആ സെൻറ്റൻസിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ വേർബിന് ശേഷം എല്ലായ്പ്പോഴും വരുന്ന എലമെൻറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കണമെന്നില്ല. ഒബ്ജക്റ്റ് അല്ലാത്ത എലമെൻറ്റും വേർബിന് ശേഷം വരാറുണ്ട്. നോർമലി വി ക്യാൻ സേ ദ പാറ്റേൺ ഓഫ് എ സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. എന്നാൽ നമ്മൾ ഈ എഴുതിയ സെൻറ്റൻസ് നമ്മൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഏതോ ഒരു പദം ഇവിടെ മിസ്സായതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഹി റൈറ്റിംഗ് എ ലെറ്റർ, ഡ്യൂർ ഓഫ് ദ ആക്ഷൻ ഈസ് ഹിയർ, ആക്ഷൻ വേർഡ് ഈസ് ഓൾസോ ഹിയർ ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് ഓൾസോ ഹിയർ. ബട്ട് ഫ്രം ദിസ് സെൻറ്റൻസ് we can clearly understand that this particular sentence does not tell us anything about the time, whether he is writing in the present or he is writing in the past. This particular sentence tells nothing about the time period. So we need another word here to make it clear. We have to add another word here. When we add a word here is, the sentence becomes he is writing a letter. ഈ സെൻറ്റൻസിന് ഒന്നുകൂടെയും വ്യക്തത കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഈസ് എന്ന വേർഡ് എഴുതാതെ നേരത്തെ എഴുതിയതുപോലെയാണെങ്കിൽ ഹി റൈറ്റിംഗ് എ ലെറ്റർ എന്ന രീതി നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റും ഉണ്ട്, വേർബും ഉണ്ട്, ഒബ്ജക്റ്റും ഉണ്ട്. പക്ഷേ ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ആക്ഷൻ ഏത് ടൈമിലാണ് സംഭവിച്ചത്, വെൻ എന്ന ക്വസ്റ്റ്യന് ഈ സെൻറ്റൻസ് ആൻസർ കൊടുക്കുന്നില്ല. അതായത് കഴിഞ്ഞ പാസ്റ്റിലാണോ അല്ലെങ്കിൽ പ്രസൻറ്റ് ടൈമിലാണോ ഇത് സംഭവിച്ചു കഴിഞ്ഞത് എന്ന ഒരു ടൈമിനെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ടു മേക്ക് ഇറ്റ് ക്ലിയർ വി ഹാവ് ടു ആഡ് അനദർ വേർഡ്സ്. ആ വേർഡാണ് ഈസ്. ഒന്നുകൂടി ഈ സെൻറ്റൻസിലെ ടൈം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ വേർബിൻ്റെ കൂടെ മറ്റൊരു വേർബ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ അതോടുകൂടി സെൻറ്റൻസ് എന്തായിട്ട് മാറി? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന ഫോമിലേക്ക് മാറി. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് he is writing in the present. This particular verb added here helps us to know the time of the action. In this sentence, there are two verbs. First verb is and second verb is writing. Writing is the main verb in this sentence. This verb tells us about the main action of the sentence. And this word is used to help the main verb. And this word tells us about the time point, and this verb tells us about the main action of the sentence. So it is very clear that in this sentence there are two verbs. First verb is and second verb is writing. And I think you all are very familiar with this word is. You might have learned in the previous classes or in the previous years. This word belongs to auxiliary verbs or helping verbs, and this is the main verb. ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ ശരിയായിട്ടുള്ള രൂപം. സബ്ജക്റ്റ്, ഓക്സിലറി വേർബ്, മെയിൻ വേർബ്, അതേപോലെ ഒബ്ജക്റ്റ്. ഈ ഓക്സിലറി വേർബ് എന്ന ഫാമിലി നമ്മൾ മുൻ വർഷങ്ങളിൽ പരിചയപ്പെട്ടതാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ഓക്സിലറി വേർബ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് മെയിൻ വേർബിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ സാധാരണ എന്ത് ചേർക്കാറ്? ഓക്സിലറി വേർബിൻ്റെ സ്ഥാനം. മെയിൻ വേർബിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ സാധാരണ ഓക്സിലറി വേർബ് ചേർക്കാറ്. ഇവിടെ ഞാൻ ചേർത്ത ഓക്സിലറിയാണ് ഈസ്. അത് പ്രസൻറ്റ് ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറിയാണ്. ഇനി ഈ സെൻറ്റൻസിൽ ഈസ് എന്ന ഓക്സിലറിക്ക് പകരം ഞാൻ അതിന് പകരമായിട്ട് വാസ് എന്നൊരു വേർബാക്കി മാറ്റി. ഈസിനെ നമ്മൾ വാസിലേക്ക് റീപ്ലേസ് ചെയ്തു. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? ദ മീനിങ് ഇസ് ചേഞ്ച്ഡ്. മീനിങ് പൂർണ്ണമായിട്ട് മാറി. ദ സെൻറ്റൻസ് ബിക്കംസ് ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ ടൈം മാറി. അതായത് ഈ ആക്ഷൻ സംഭവിച്ചത് പ്രസൻറ്റിലാണെങ്കിൽ ഈ ആക്ഷൻ സംഭവിച്ചത് അവിടെ പാസ്റ്റ് ഫോമിലാണ്. ഇവിടെ സംഭവിച്ച മാറ്റം എന്താ? ഈ ഓക്സിലറി നമ്മൾ ഈസിൽ നിന്നും എവിടേക്ക് മാറ്റി? വാസിലേക്ക് നമ്മൾ മാറ്റി. ഇനി നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസിലെ മെയിൻ വേർബാണ് ഏത്? റൈറ്റിംഗ്. നമ്മൾ റൈറ്റിംഗ് എന്ന മെയിൻ വേർബ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വി ഡോണ്ട് നോ
he's writing a letter or he's reading a letter. ഇവിടെ മെയിൻ ആക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഈ മെയിൻ ആക്ഷൻ ഒഴിവാക്കിയാൽ ദ സെൻറ്റൻസ് ഈസ് നോട്ട് കറക്റ്റ്. ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, അത് കറക്റ്റിൽ എന്തുകൊണ്ടാണ്? ഇവിടെ ഇയാൾ ചെയ്യുന്നത് റൈറ്റിംഗ് ആണോ റീഡിംഗ് ആണോ, ഈ മെയിൻ ആക്ഷനെ കുറിച്ച് വി ഡോണ്ട് ഗെറ്റ് എനി ഇൻഫോർമേഷൻ ഹിയർ. അപ്പോൾ അതൊരു സെൻറ്റൻസിലെ ഒരു ഇൻഎവിറ്റബിൾ എലമെൻ്റ് ഏതാണ്? മെയിൻ വേർബാണ്. ആ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർബാണ് ഓക്സിലറി വേർബ്. In the given sentence, you are familiarized with the two verbs. They are auxiliary or helping verbs and main verbs. And let me give you one more example to make it clear. All of you just listen here. Don't write now. Listen to me. I am painting a picture. Don't write. All of you just listen here. Look at the board and just read the sentence. I am painting a picture. We know that. Students, tell me how many verbs in the given sentence? In the given sentence, there are two verbs. Which are they? First verb is am and second verb is painting. And the first verb tells us about the time of the action. So this verb is called a auxiliary verb or helping verbs. Auxiliary verb or helping verb. And what about the second one? And this word expresses the main action of the sentence. And the action word is called a main verb. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് എക്സാമ്പിളിൽ നമ്മൾ ഏറെക്കുറെ രണ്ട് വേർബ്സുകളെ പരിചയപ്പെട്ടു. ഓക്സിലറി വേർബ് ഉണ്ട്, മെയിൻ വേർബ് ഉണ്ട്. ഏറെക്കുറെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സെൻറ്റൻസിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർബാണ് ഓക്സിലറി വേർബ്. മെയിൻ വേർബിൻ്റെ തൊട്ട് മുമ്പിലാണ് ഓക്സിലറി വേർബിൻ്റെ സ്ഥാനം. സബ്ജക്റ്റ് കഴിഞ്ഞ് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുക. അതിനുശേഷമാണ് മെയിൻ വെർബ് യൂസ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന 12 ടെൻസ് ഫോംസിൽ 2 ടെൻസ് ഒഴികെ, സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും ഒഴികെ ബാക്കി എല്ലാ ടെൻസ് ഫോംസിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർബാണ് auxiliary verb. In this class, we are going to discuss the auxiliary verbs in detail. Okay, students, are you ready? Yes. Okay, students, let's have a discussion on auxiliary verbs. The topic we are going to discuss today is auxiliary verbs or helping verbs. I think this topic is very familiar to you. It is one of the basic elements in English grammar. You might have learned or studied in the previous years. Auxiliary verbs are a specialty in English language. They are otherwise called helping verbs. Students, can you say why are they called helping verbs? They are so called because these verbs are used to help the other verbs to express mood and to form various tenses and for asking questions, for emphasis and so on. That is why they are called as helping verbs. വ്യത്യസ്ത പർപ്പസുകൾക്ക് മറ്റ് ക്രിയകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വേർബ്സ് ആയതുകൊണ്ടാണ് ഇവയെ നമ്മൾ സാധാരണയായിട്ട് helping verbs എന്ന് വിളിക്കുന്നത്. These verbs are used in all tense forms except simple present and simple past. While writing negative sentences, these verbs can be used in all tense forms. ഇവിടെ വിദ്യാർത്ഥികൾ കൺഫ്യൂഷനായി പോയത്, അതായത് നമ്മൾ ടോട്ടലായിട്ട് ഉപയോഗിക്കുന്ന 12 ടെൻസ് ഫോംസിൽ 2 ടെൻസ് ഒഴികെ, സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്, ഈ 2 ടെൻസ് ഫോംസ് ഒഴികെ ബാക്കി എല്ലാ ടെൻസിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർബാണ് ഓക്സിലറി വേർബ്സ്. എന്നാൽ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിലാണെങ്കിൽ മൊത്തം ടെൻസ് ഫോംസിലും, അതായത് ഇൻക്ലൂഡിങ് സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്, അത് ഉൾപ്പെടെയുള്ള 12 ടെൻസ് ഫോംസിലും നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് എല്ലാ ടെൻസിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർബാണ് ഓക്സിലറി വേർബ്സ്. ഇൻ ഇംഗ്ലീഷ് there are 24 auxiliary verbs. These 24 auxiliary verbs are mainly classified into two. They are, first classification is primary auxiliaries. Primary, or it is otherwise called principal auxiliaries. 24 auxiliary verbs are broadly classified into two. They are primary or principal auxiliaries, and the second classification is modal auxiliaries. Second classification is modal auxiliaries. One more classification is there.
that is marginal or semi-modal auxiliaries that can be discussed, will be discussed later. When we divide these 24 auxiliary verbs into primary and modal auxiliaries, we get out of 24 auxiliaries, first 11 auxiliaries are primary auxiliaries and the remaining 13 auxiliaries are modal auxiliaries. Don't feel confused. Actually, in English, there are 10 modal auxiliaries and the last 3 verbs are sometimes referred to as semi-modals. നമ്മൾ മൊത്തം പരിചയപ്പെട്ട 24 auxiliary verbs ഔട്ട് ഓഫ് 24 ആദ്യത്തെ 11 പ്രൈമറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ശേഷിക്കുന്ന 13 അവിടെ ശരിക്കും 13 ഇല്ല, 10 ശരിക്ക് മോഡൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അവസാനത്തെ 3 നമ്മൾ സെമി മോഡൽ എന്ന ഫാമിലി ആയിട്ടാണ് പരിഗണിക്കുക. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ മോഡൽ ഓക്സിലറീസ് പറയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മൊത്തം 24 auxiliary verbs. These auxiliary verbs are mainly classified into 2. They are primary auxiliaries and modal auxiliaries. Out of 24 auxiliaries, 10 auxiliaries belong to primary category and the remaining 13 auxiliaries are called modal auxiliaries. Okay, let's move on to the first classification, that is primary or principal auxiliaries. English has 3 primary auxiliaries. B, have, do and other parts of these are called primary auxiliaries. These primary auxiliaries can be divided into 3 families. They are be family, have family and do family. And the verbs belong to the first family are is, am, are, was, were. And the members of the second family are has, have, had, and the words belong to third family, do family. The members are do, does and did. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇംഗ്ലീഷിൽ മൊത്തമായിട്ട് 11 പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്. അത് നമുക്ക് 3 ഫാമിലീസ് ആയി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഫാമിലി ബി ഫാമിലിയാണ്. അതിൽ 5 മെമ്പേഴ്സ് ഉണ്ട്. ദ മെമ്പേഴ്സ് ആർ ഈസ്, ആം, ആർ, വാസ്, വെർ. സെക്കൻഡ് ഫാമിലി ഹാവിൻ്റെ ഫാമിലിയാണ്. ദ സെക്കൻഡ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് 3 verbs. ദേ ആർ ഹാസ്, ഹാവ്, ഹാഡ്. തേർഡ് ഫാമിലി ഡൂൻ്റെ ഫാമിലിയാണ്. അതിൽ പ്രധാനമായിട്ടും 3 മെമ്പേഴ്സാണ് വരുന്നത്. നമുക്ക് പരിചയമുള്ള വേർബ്സ് ആണ് ഡു, ഡസ്, ഡിഡ്. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കേണ്ട 11 പ്രൈമറി ഓക്സിലറി വേർബ്സ്. ഐ തിങ്ക് യു ഓൾ ആർ ഫെമിലിയറൈസ്ഡ് വിത്ത് primary auxiliaries. When we analyze the primary auxiliaries, we come to know that some verbs are used as singulars and some verbs are used as plurals. Can you say which are the verbs used as singulars and which are the verbs used as plural? Singular verbs are is, am, was, has, does. These are the verbs used as singulars. And what about the plurals? Plural verbs are were, have and do. Out of 11 primary auxiliaries, these 5 verbs are used as singulars and these 4 verbs are used as plurals. നമ്മൾ എന്തിനാണ് സിംഗുലേഴ്സും പ്ലൂറൽസും പരിഗണിക്കുന്നത്? If the subject of a sentence is singular, the verb will be singular. And if the subject of a sentence is plural, the verb will be plural. Singular subject takes singular verb and plural subject takes a പ്ലൂറൽ വെർബ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴി എന്ന് വെച്ചാൽ നമ്മൾ സിംഗുലേഴ്സ് വെർബിനൊന്ന് പരിചയപ്പെട്ട് നോക്കാം. സിംഗുലേഴ്സ് ആർ ഈസ്, ആം, വാസ്, ഹാസ് ആൻഡ് ഡസ്. ഇതിലൊരു വേറിട്ടൊരു വെർബാണ് ആം. നമ്മൾ തൽക്കാലം ഈ വെർബ് ഒന്ന് മാറ്റി വെച്ചാൽ, അതായത് ഐ എന്ന സബ്ജക്റ്റിനെ കൂടെ മാത്രം ചേരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ് ആം. ഈ വെർബിനെ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള സിംഗുലേഴ്സ് ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഹാസ്, ഡസ്. ഈ 4 വെർബ്സിന് കോമൺ ഫീച്ചർ ഉണ്ട്. അതായത് ഈ 4 വെർബ്സും അവസാനിക്കുന്നത് എസ് എന്ന ലെറ്റർ കൊണ്ടാണ്.
അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാനുള്ളൊരു എളുപ്പം ഇതാണ്. സിംഗുലർ എന്ന വേർഡ് ആരംഭിക്കുന്നത് എസ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗുലേഴ്സായ വെർബെല്ലാം അവസാനിക്കുന്നതും എസ് എന്ന ലെറ്ററിലാണ്. അപ്പോൾ എസ്സിൽ വരുന്ന വേർബ്സ് ആണ് എന്ത്? സിംഗുലേഴ്സ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാവുന്ന സംശയമുണ്ട്. നമ്മൾ പഠിച്ചു വെച്ച സിംഗുലർ പ്ലൂറൽ റൂൾ ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ബോയ് is a singular form. Its plural form is boys. Girl, girls. Boy singular form ആണ്, അതിൻ്റെ plural form ആണ് boys. Girl is the singular and girls the verb is this word is the plural form. അപ്പോൾ നമ്മൾ ഈ രണ്ട് വേർഡ്സ് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ഇവിടെ എസ്സിൽ വരുന്ന വേർബ്സ് എല്ലാം സിംഗുലേഴ്സ് ആണ്. എന്നാൽ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഒന്നാമത്തെ വേർഡിൻ്റെ കൂടെ എസ് ഇല്ല, ഇതിൻ്റെ കൂടെ എന്തുണ്ട്? എസ് ഉണ്ട്. എസ് ഇല്ലാത്ത സമയത്താണ് ഇത് സിംഗുലേഴ്സ് ആയിട്ട് മാറുന്നത്. എസ് വരുമ്പം അതെന്തായിട്ട് മാറാണ്? പ്ലൂറലായിട്ട് മാറാണ്. ഇവിടെയാണെങ്കിലോ എസ് ഇല്ലാത്ത വേർബ്സ് എല്ലാം പ്ലൂറൽസ് ആണ്, എസ് വരുന്ന പദങ്ങളെല്ലാം എന്താണ്? സിംഗുലേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തമ്മിലെ വ്യത്യാസം നമ്മൾ പരിചയപ്പെടണം. വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്ത വേർഡ്സ് എല്ലാം വേർബ്സ് ആണ്, എന്നാൽ ദീസ് ടു വേർഡ്സ് ആർ നൗൺസ്. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പരിഗണിച്ച ബോയ് ആൻഡ് ഗേൾ രണ്ട് വേർഡ്സും എന്താണ്? നൗൺസ് ആണ്. നൗണിൻ്റെ സിംഗുലർ പ്ലൂറൽ റൂളും വെർബിൻ്റെ സിംഗുലർ പ്ലൂറൽ റൂളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. വേർബിൻ്റെ സിംഗുലർ പ്ലൂറൽ റൂൾ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരിക? നൗണിൻ്റെ സിംഗുലറും പ്ലൂറലും റൂള് വരിക. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക ഗ്രാമറിൽ ഉപയോഗിക്കുന്ന വേർബ്സ് ആയതുകൊണ്ട് നമ്മൾ വേർബിൻ്റെ റൂൾ ഓർത്ത് വെക്കുക. എസ്സിൽ വരുന്ന വേർബ്സ് എല്ലാം സിംഗുലേഴ്സ് ആണ്, എസ് ഇല്ലാത്ത വേർബ്സ് എല്ലാം എന്തായിരിക്കും? പ്ലൂറൽസ് ആയിരിക്കും. അതിൽ വേറിട്ടൊരു വെർബാണ് ഏത്? ആം. അതിങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഐ എന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ മാത്രം കൂടിച്ചേരുന്ന ഒരു വേർബാണ് ഏത്? ആം. ആൻഡ് വൈൽ ഗോയിങ് ത്രൂ ദ ക്ലാസിഫിക്കേഷൻ we know one thing, that two verbs are missing here. We have a total 11 primary auxiliaries. നമ്മൾ മൊത്തത്തിൽ 11 പ്രൈമറി ഓക്സിലറീസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ 5 verbs are singulars and 4 verbs are plurals and 2 verbs are missing there. ഇവിടെ രണ്ട് verb ഇവിടെ മിസ്സായിരിക്കുന്നു. Can you find out the missing verbs? Yes, they are did and had. These two verbs are missing here. Why are they not included in any group? These two verbs are not included in any group because their singular and plural forms are same. While using these words, we do not need to consider the subject, whether the subject is singular or plural. These two verbs can be used with any subject. അതായത് ഈ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പരിശോധിച്ചാൽ മൊത്തം 11 ഓക്സിലറീസിൽ 2 വേർബ്സ് ഈ 2 ഗ്രൂപ്പിലും ഉൾപ്പെടുന്നില്ല. ഏതൊക്കെയാണത്? ഒന്ന് ഡിഡും അതേപോലെ ഹാഡും. എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും, അത് സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ സബ്ജക്റ്റ് പ്ലൂറൽ ആവട്ടെ, എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറിയാണ് ഏത്? ഡിഡും അതേപോലെ ഹാഡും. അപ്പോൾ ഇവർക്ക് സിംഗുലറും പ്ലൂറലും ഒരേ ഫോം ആയതുകൊണ്ട് നമ്മൾ ഇവ ഉപയോഗിക്കുന്ന സമയത്ത് വി ഡു നോട്ട് നീഡ് ടു കൺസിഡർ ദ സബ്ജക്റ്റ് വെദർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഈ രണ്ട് വേർബ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സബ്ജക്റ്റിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ സബ്ജക്റ്റ് പ്ലൂറൽ ആവട്ടെ, എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 വേർബ്സ് ആണ് ഡിഡും അതേപോലെ ഹാഡും. ഇപ്പോൾ നമ്മൾ സിംഗുലേഴ്സ് ഏതൊക്കെയാണ്, പ്ലൂറൽസ് ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് പരിചയപ്പെട്ടു. I think this topic is very clear to you. Okay students, let me move on to another classification which is also very important. Out of 11 primary auxiliaries, some verbs are used in the present tense and some verbs are used in the past tense. The verbs which are used in the present tense are is, am, are, has, have, do and does. These are the verbs which are used in the present form. Present form means V1 form. It is the first form of the verb. You are all familiar with V1, V2, V3. V1 means first form of the verb. V2 means second form of the verb. And V3 means third form of the verb. First form of the verb is present form. And these are the verbs used in the present form. And what about its past form? The verbs
which are used in past tense are the past form of is and is, was, the past form of were, are, were, the past form of these two verbs is, had, and the past form of these two verbs did. And these four verbs are used in the past tense, and these 7 verbs are used in the present form. And these are the classification of verbs used in the present and past tenses. Okay, students, I hope this topic is very clear to you. You should watch the video again and again and try to make the topic more clear. It is the time for me to wind up the class. Let me stop the class. The remaining part of the topic will be discussed in the next episode. Till then, a short break.